സമരം നടത്താൻ പോകുന്ന ഒരു ചേരി അതിൻ്റെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ സമരത്തിന് വേണ്ട കരുക്കൾ അതിലുണ്ടായിരിക്കും. അത് ആ സമരത്തിൻ്റെ ഒരു വിളംബര പ്രഖ്യാപനമായി മാറും എന്ന് ഉറപ്പാണ്. അതിനുള്ള കാര്യങ്ങൾ ഇതിൽ കണ്ടേക്കാം. പക്ഷെ അതിലപ്പുറം ഈ സമരം നടത്തുമ്പോഴും കേന്ദ്രം ഈ നിലപാട് തുടരുകയാണെങ്കിൽ ഞങ്ങളൊരു പ്ലാൻ ബിയിലേക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് ആധാരമായ സാഹചര്യം മുഴുവൻ അതേ രൂക്ഷതയോടുകൂടി നിലനിൽക്കുമ്പോഴും ചില കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും, കേരളം തകരില്ല, തളരില്ല, തകർക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരാത്മവിശ്വാസ പ്രഖ്യാപനം കൂടിയായി ബജറ്റ് മാറ്റിക്കൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. സമരം ചെയ്യും, എതിർക്കും എന്ന് മാത്രമല്ല, ആ എതിർപ്പിനോടൊപ്പം സൃഷ്ടിപരമായി ചിലത് ചെയ്യും എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അത് ഒരുപക്ഷെ കേരളത്തിന് പുതിയ ചില കാര്യങ്ങൾ, പുതിയ ചില സന്ദേശങ്ങൾ, രാഷ്ട്രീയ സന്ദേശങ്ങൾ എന്ന് തന്നെ പറയട്ടെ, അത് നൽകുന്നുണ്ട്. രാജേന്ദ്രൻ, അങ്ങനെ ഒരു നിരീക്ഷണത്തിന് സാധ്യതയില്ലേ? തീർച്ചയായിട്ടും രണ്ട് കാര്യങ്ങൾ ധനമന്ത്രി ചൂണ്ടിക്കാണിച്ചിരുന്നു. ഒന്ന്, കേരളത്തെ തകർക്കാനാവില്ല. മറ്റൊന്ന്, അദ്ദേഹം കേരളം മോഡലിനെ കുറിച്ചും പറഞ്ഞിരുന്നു. നമ്മൾ ഇതിലൂടെ സസൂക്ഷ്മം പരിശോധിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ കേരള മോഡൽ? അദ്ദേഹം പറയുന്നതിന് മറ്റ് സംസ്ഥാനങ്ങളിലെ കേന്ദ്രത്തിലെല്ലാമുള്ള പൊതു സാമ്പത്തിക സ്ഥിതിയുമായുള്ള വ്യത്യാസം എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഇതിനകത്തുള്ള ധനകമ്മി എന്ന് പറഞ്ഞാൽ 44,529 കോടി രൂപയാണ് എന്ന് പറഞ്ഞാൽ 3.4% GDP-യുടെ. നമ്മൾ വളരെ മികച്ച നിലയാണ്. കാരണം നമ്മൾ കേന്ദ്ര ബജറ്റ് എഴുതാൻ ആരംഭിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 44,529 കോടി എന്ന് പറഞ്ഞാൽ കേന്ദ്രം കേരളത്തിന് നൽകാനുള്ള 57,000 കോടി രൂപ നൽകിക്കഴിഞ്ഞാൽ ഇതൊരു മിച്ച ബജറ്റാണ്. അത് നൽകിയിരുന്നെങ്കിൽ ഇതൊരു മിച്ച ബജറ്റാകുമായിരുന്നു. അപ്പോൾ ഇതിന് പകരം കേന്ദ്രം പറയുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഈ കമ്മി നികത്താനായിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ചെലവുകൾ ചുരുക്കുക, ഈ ക്ഷേമപ്രവർത്തനം ചുരുക്കുക. അത് ചുരുക്കുക എന്ന് പറയുന്ന സമയത്ത് ഞാനത് പറയുന്നത് കേരള മോഡലിൻ്റെ ഈ അടിസ്ഥാനം, അതിൻ്റെ ആ ഒരു മൗലികതയിൽ നിന്നും ഒരിഞ്ച് പോലും പിറകോട്ട് പോകാൻ തയ്യാറില്ലെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതിന് ഒറ്റ ഉദാഹരണം, അപ്പം തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ ഒരു കേന്ദ്ര പദ്ധതിയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അതിനകത്ത് മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത വിധം കേരളം കൂട്ടിച്ചേർക്കൽ നടത്തിയിട്ടുണ്ട്. 2 പദ്ധതികൾ. ഒന്ന് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി, നഗരപ്രദേശങ്ങളിലെ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകുന്ന പദ്ധതി കേരളത്തിൻ്റെ മാത്രം പദ്ധതിയാണ്. അത് കേരളം പൂർണ്ണമായും ഫണ്ട് ചെയ്യുന്ന പദ്ധതിയാണ്. മറ്റൊന്ന് ട്രൈബൽ പ്ലസ്, അത് പട്ടികവർഗക്കാർക്ക്. അതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഈ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പരമാവധി 100 തൊഴിൽ ദിനങ്ങളാണ് ഒരു കുടുംബത്തിൽ നൽകുന്നത്. പക്ഷേ ട്രൈബൽ പ്ലസിൽ അംഗങ്ങളായി കഴിഞ്ഞുള്ള ട്രൈബൽ കുടുംബങ്ങൾക്ക് അതിലും കൂടുതൽ, എത്ര കണ്ട് അത് പല സ്ഥലത്ത് 200 തൊഴിൽ ദിനങ്ങൾ വരെ ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ മാത്രമാണ് ഇതുള്ളത്. അപ്പോൾ ഒരുപാട് പദ്ധതികൾ കേന്ദ്രം കൊട്ടിഘോഷിക്കുമ്പോഴും അതേ പദ്ധതികൾ തന്നെ മറ്റൊരു രീതിയിൽ കേരളത്തിൽ നടപ്പാക്കുമ്പോൾ കേരളത്തിൻ്റെതായിട്ട് പ്ലസ് ചെയ്തിട്ട് ഒരു കേരള പ്ലസ് അതിൻ്റെ ഉള്ളിലുണ്ട്. ആ കേരളത്തിൻ്റെ ആ പ്ലസ് ചെയ്യുന്നതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയിൽ നിന്ന് ഉണ്ടാകും എന്ന് പറയേണ്ടത്. തീർച്ചയായിട്ടും. മാത്രമല്ല ലൈഫിൻ്റെ കാര്യം നോക്കുക. ലൈഫിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത് 2025 മാർച്ചോടുകൂടി 5 ലക്ഷം വീടുകൾ ലൈഫ് പദ്ധതിയിലൂടെ നിർമ്മിച്ചു നൽകും. 1000 കോടി രൂപയാണ് നീക്കി വെച്ചിരിക്കുന്നത്. അതായത് ഈ സർക്കാരിനെ എന്താണോ നിലനിർത്തുന്നത്, സർക്കാരിനെ അടിസ്ഥാനപരമായി നിലനിർത്തുന്നത് ഈ കേരളത്തിൻ്റെ ചില പ്രത്യേകതകളാണ്. അതായത് അടിസ്ഥാന വർഗത്തെ ഒരു കാരണവശാലും കൈവിടില്ല, അവരെ പിടിച്ചുയർത്തും. ആ ഒരു സർക്കാരിൻ്റെ ഒരു അടിസ്ഥാന തത്വം ആവർത്തിച്ച് ഈ ബജറ്റും വ്യക്തമാക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല. എത്ര സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാലും ശരി, ഞങ്ങൾ പാവങ്ങൾക്കൊപ്പമാണ്, പാവപ്പെട്ട ജനങ്ങളെ കൈ പിടിച്ചുയർത്തും. അത് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം ധനമന്ത്രി വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു.